ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഉഗ്രൻ ചമ്മന്തി ആയിട്ടാണ്. ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ പാത്രത്തിലായിട്ട് ചുവന്നുള്ളി, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളകിൻ്റെ അടുത്ത് ക്രഷ് ചെയ്ത ഉണക്കമുളക് ആയതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളിയാണ് എപ്പോഴും ചമ്മന്തിക്ക് നല്ലത്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തുള്ളത്. കുറച്ച് ഉണക്കമീൻ പൊരിച്ചതും എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഉണക്കമാന്തൾ ഉള്ളതുകൊണ്ട് ഞാനതെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് കഷ്ണാക്കിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചെറിയ കഷ്ണമൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് പീസാക്കിയാൽ മതി. എന്നിട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആ ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പൊടിക്കണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. സാധാ ഉണക്കമുളക് ചേർത്ത് കൊടുത്താലും മതി. ഉണക്കമീൻ ചെറുതായി ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വല്ലാണ്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ഉണക്കമീനിൽ നന്നായി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ മതി. ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാൽ മതി. ചൂടാറിയതിന് ശേഷം ഈ മിക്സിങ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പ് കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കട്ടെ കേട്ടാ. അപ്പോൾ നമ്മളെ ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഇതുവരെ എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.